ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ മീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കേര എന്ന് പറഞ്ഞ ഫിഷാണ് എടുത്തിരിക്കുന്നത്. കേര, ചൂര എന്നൊക്കെ പറയും. അപ്പോൾ ആ ഫിഷാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ചെടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. കാരണം അച്ചാറിടുമ്പോൾ നല്ലെണ്ണയാണ് നല്ലത്. അപ്പോൾ നല്ലെണ്ണ എടുത്തിട്ട് അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് എല്ലാ ഫിഷിൻ്റെ പീസസും ഇട്ട് കൊടുത്തു. ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത്രയും പാകത്തിനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ചുരുങ്ങും. ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ചുരുങ്ങും. അപ്പോൾ അതെ, ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തതിന് ശേഷം ഇത് ഇത്രയും നന്നായിട്ട് ആയി. അപ്പോൾ ഞാനിത് കോരാൻ പോവാണ്, വറുത്ത് കോരുകയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഏകദേശം 1/2 കിലോ കേര ഫിഷ് ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു ബാച്ചും കൂടി ഇടുന്നുണ്ട്, എന്നാലേ 1/2 കിലോ ആവുള്ളൂ. ഇനി അടുത്ത സെറ്റും കൂടെ ഞാൻ ഇടാൻ പോവാണ്. അപ്പോൾ ഇതോടെ 1/2 കിലോ ആയി. അപ്പോൾ അതും രണ്ട് സൈഡും മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ട് ആയിക്കഴിഞ്ഞു, ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്കിത് വറുത്ത് കോരാം. ഇനി അതേ നല്ലെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി, ഏകദേശം 2 ഇഞ്ച് നീളത്തിൽ ഉള്ള 2 ഇഞ്ചുള്ള ഇഞ്ചി എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 100 ഗ്രാം വെളുത്തുള്ളി ഉണ്ട്, അതും കൂടെ അതിലേക്ക് ഇട്ടു. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒരു മണം മാറുന്നത് വരെ, ഒരു പച്ചമണം മാറുന്ന വരെ അതൊന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫിഷിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് ഉപ്പിടണം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു. അതിനുശേഷമാണ് ഞാൻ ഇത്തിരി ഉലുവ ഇട്ടത്. ഇത് ഏകദേശം 1 ടീസ്പൂൺ ഉലുവയുണ്ട്. ഇത്തിരി നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഉലുവ. അതിൽ 1 ടീസ്പൂൺ, പിന്നെ അത് കഴിഞ്ഞ് 2 ടീസ്പൂൺ പെരുങ്കായം, അതിൻ്റെ പൊടി, അതും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു വെച്ചു. ഇനി അതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇടുന്നത്. അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോയാലോ എന്നൊരു ഭയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, അതും കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഫിഷൊക്കെ ആയതുകൊണ്ട് കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് വിനാഗിരി ഇട്ട് കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല ഒരു ചെറിയ പുളിയും അതിൽ നിന്ന് കിട്ടും, അതുകൊണ്ട്. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷമാണ് ഫിഷ് ഇട്ട് കൊടുത്തത്. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് നമ്മുടെ ഫിഷ് അച്ചാർ റെഡിയാവും. കുറച്ച് കഴിയുമ്പോൾ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് നിർത്താം. കണ്ടോ, അപ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിടാം. സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് അച്ചാർ. ഇനി അത് ആറിക്കഴിയുമ്പോൾ, തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് വയ്ക്കും. 4-5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കണമായിരിക്കും നല്ലത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.